കടലിന് മുകളിൽ സൂര്യൻ താഴ്ന്നിറങ്ങുന്ന നേരം ചുവന്ന ആകാശത്തുകൂടെ പറന്നു പോകുന്ന പക്ഷികൾ. മേത്തറ ഗ്രാമത്തിൻ്റെ വഴികളിൽ മുഴുവൻ ഒരു അജ്ഞാതമായ നിശബ്ദത പടർന്നു. അവിടെ പഴയ തേക്കുമരത്തിൻ്റെ ചുവട്ടിൽ രാജീവ് ഒറ്റയ്ക്കിരുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളിലെ ഒറ്റപ്പെടലിൻ്റെ ഭാരമെല്ലാം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ജീവിതം രാജീവിനെ ഒരിക്കലും സന്തോഷിപ്പിച്ചിട്ടില്ല. അച്ഛൻ്റെ വിയോഗം, അമ്മയുടെ രോഗം, ഒറ്റപ്പെട്ട ബാല്യം എല്ലാം ഒരു ശബ്ദം പോലെയും ഒരു നിഴൽ പോലെയും അവനെ പിന്തുടർന്നു. പക്ഷേ ആ വൈകുന്നേരം ആകാശത്തിൻ്റെ ചുവന്ന നിറത്തോളം കനത്തൊരു തീരുമാനം രാജീവിൻ്റെ മനസ്സിൽ പാഞ്ഞിരുന്നു. ജീവിതത്തിലൊന്നെങ്കിലും താൻ മാറ്റിയെഴുതുമെന്നുള്ള തീരുമാനം. രേണു തൻ്റെ പഴയ നോട്ട് ബുക്ക് അടച്ചു വെച്ചു. ആ നോട്ട് ബുക്കിൽ വർഷങ്ങളായി എഴുതി വച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ, ഗാനം, പഠനം, യാത്രകൾ എല്ലാമെന്നും അവളുടെ ഹൃദയം വിട്ടുപോയിട്ടില്ല. പക്ഷേ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അമ്മയുടെയും അച്ഛൻ്റെയും വേർപിരിയൽ, തുടർന്നുള്ള അവരുടെ രണ്ടാം വിവാഹം, അവയെല്ലാം അവളുടെ ഹൃദയത്തിൽ കൂർത്ത ഇരുമ്പാണികൾ നിറഞ്ഞ ഒരദൃശ്യ കവചം പോലെ പറ്റിപ്പിടിച്ചിരുന്നു. രാത്രി ഇരുട്ടേറിയപ്പോൾ ഗ്രാമത്തിൽ ഒരു ചെറിയ മഴ പെയ്തു തുടങ്ങി. ദൂരത്ത് നിന്നൊരു ട്രെയിനിൻ്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം രാജീവിൻ്റെ മനസ്സിൽ ഒരു പുതിയ പാത തുറന്നു. ഒന്ന് ശ്രമിച്ചാലോ വഴികൾ മാറുമോ? അതേസമയം തുറന്നിട്ട ജനലിലൂടെ രേണുവിൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന കാറ്റ് അവളുടെ നോട്ട് ബുക്കിൻ്റെ പേജുകൾ മറിച്ചു. അതുകണ്ട അവൾ അതിലെഴുതിയ ഒരു പാട്ടിൻ്റെ വരിയിൽ വിരൽ സ്പർശിച്ചു. ഒരു ദിനം നാം നമ്മളായി പറക്കും. ആ വരി അവളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങി. മഴ കൂടുതലായി. വീടിന് വെളിയിലേക്ക് ഇറങ്ങിയ രേണുവും തേക്കുമരത്തിൻ്റെ ചുവട്ടിൽ മഴ കൊണ്ടിരുന്ന രാജീവും ഒരേ ദിശയിലേക്ക് നടന്നു തുടങ്ങി. ഒരിക്കലും അവർ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഒരേ കാലത്ത് ഒരേ സ്വപ്നം കണ്ട രണ്ട് ഹൃദയങ്ങൾ. അവർക്കറിയാതെ ആ രാത്രിയുടെ മഴ അവരുടെ ജീവിതങ്ങളിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഗന്ധം മൂടി നിർത്തുകയായിരുന്നു. റെയിൽ പാളത്തിനരികിലേക്ക് അവർ നടന്നു. ജീവിതം ചിലപ്പോഴൊക്കെ മനുഷ്യനെ തകർക്കുന്നു. പക്ഷേ ചില നിമിഷങ്ങൾ പൊടിപിടിച്ച സ്വപ്നങ്ങളെ വീണ്ടും മഴ പോലെ നനച്ചുണർത്തും. രേണുവും രാജീവും ആ വഴിയിലേക്ക് നടക്കുന്നത് പോലെ അവരുടെ കാൽപ്പാടുകൾ ഒരു കഥയായി മാറിത്തുടങ്ങി. മടങ്ങിപ്പോകാതെ മുന്നോട്ട് മാത്രം. ഭാര്യയുടെ വാക്കുകൾ അവളെ ഉന്മേഷവതിയാക്കി. അവളറിയാതെ അവളുടെ കാലുകൾ ചലിക്കാൻ തുടങ്ങി.
ഭാരം ചുറ്റും നിറഞ്ഞു. മായാജാലം നിന്റെ നടനത്തിൽ ആത്മാവുണരുമ്പോൾ വിരലുകളാൽ സിരകളുടെ സ്വരം തീ പിരിക്കും.